എല്ലാവർക്കും മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് രണ്ടാമത്തെ അതിലെ പാർട്ട് 2 ആയ കട്ടിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് പെറ്റിക്കോട്ടാണ്. അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളാണ് പാർട്ട് 1-ലുള്ളത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ട്, എങ്ങനെ അളവെടുക്കാമെന്നും അതിൻ്റെ മെഷർമെൻറ്റ് ചാർട്ടും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. പിന്നെയുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ബ്ലോഗിലുണ്ടായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ എടുത്തേക്കുന്നത് കോട്ടൻ്റെ നൈറ്റി തുണിയാണ്. തുടക്കക്കാരെപ്പോഴും കോട്ടണിലും വേണം തയ്ച്ച് പഠിക്കാനായിട്ട്. സീറോ 2 നമുക്ക് കിട്ടിയേക്കുന്നത് 9 ഇഞ്ചാണ്. 01 നമുക്ക് ആവശ്യം 7.25 ഇഞ്ച്. 0 to 1 നമുക്ക് ഏകദേശം 7.25 15 ഇഞ്ചോളം. 0 to നമുക്ക് 9-18 ഇഞ്ചാണ് ആവശ്യം. ഞാൻ അതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. ഞാൻ തുണി മടക്കുന്നത് എങ്ങനെയാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേണം മടക്കാനായിട്ട്. സീറോ ടു 1 നമുക്ക് 7.25 ഇപ്പോൾ ഇത് ഏകദേശം 8-8.5 അടുത്തുണ്ട്. ഞാൻ അതിന് ഒന്നും കൂടി മടക്കാണ്. മടക്കുന്നത് എല്ലാവരും പ്രത്യേകം ശരിക്കും ശ്രദ്ധിക്കുക. ഇനി 0 to 1 7.25 ഞാനത് അടയാളപ്പെടുത്താൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ഏകദേശം 8-8.5 അടുത്തുള്ളതുകൊണ്ട് ഞാൻ 7.25 അവിടെ വെച്ച് അടയാളപ്പെടുത്താണ്. നമ്മൾ കുറച്ച് 1 ഇഞ്ചോളം 1.5 ഇഞ്ചോളം കൂടുതൽ തുണി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, തയ്യൽ തുമ്പ് കൂടാണ്ട്. ഇനി 0 to 2 9 ഇഞ്ചാണ്, അത് അതിലും കൂടുതലുണ്ട്. ഇനി നമുക്ക് അടുത്തത് 0 to 3 നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ നമുക്ക് 4 ഇഞ്ച് വന്നേക്കുന്നത്. നമ്മളത് മെഷർമെൻറ്റ് ചാർട്ട് വെച്ചാണ് എടുത്തേക്കുന്നത്. നമുക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി അടുത്തത് ആം ഹോളാണ്. ആം ഹോള് നമുക്ക് 4 ഇഞ്ച് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിലും മെഷർമെൻറ്റ് ചാർട്ട് ഉണ്ടായിരിക്കും. നമുക്ക് 4 ഇഞ്ചും അടയാളപ്പെടുത്തി ഷോൾഡറിൻ്റെ അവിടെ നിന്നുള്ള 4 ഇഞ്ച് താഴേക്ക് കൂടി അടയാളപ്പെടുത്തി ഒരു സ്ക്വയറായിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് നെക്ക് വിഡ്ത്താണ്. 0 to 4 നമുക്ക് 1.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ അടയാളപ്പെടുത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്ക് ഡെപ്താണ്, അതായത് 4 to 5 3.5 ഇഞ്ച് നമ്മൾ അതും അടയാളപ്പെടുത്താണ്. എന്നിട്ട് നമുക്കൊരു സ്ക്വയർ പോലെ വരയ്ക്കാം. ഇനി നമ്മൾ 0 to 1 നമുക്ക് 5.7 അതുപോലെ 7.25 കിട്ടിയേക്കുന്നത്. നമുക്കിനി അത് അടയാളപ്പെടുത്താം. 7.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5.25 നമ്മൾ ബോഡിയിൽ നിന്ന് കിട്ടിയ അളവ്. അതിൽ നിന്നുള്ള 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് നമുക്ക് 7.25 കിട്ടിയേക്കുന്നത്. നമ്മളത് അടയാളപ്പെടുത്തി. ഇനി അടുത്തത് നമുക്ക് 0 to 2 നമുക്ക് 9 ഇഞ്ചാണ്. നമുക്ക് അതും അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് നമ്മളിവിടെ 5.25 7.25 അടയാളപ്പെടുത്തിയത് തന്നെ നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്താണ്. ഇത് പെറ്റിക്കോട്ട് ആയതുകൊണ്ട് ഞാനിവിടെ ഷേപ്പ് ഞാൻ ചെയ്യുന്നില്ല. കറക്റ്റ് സെയിം അളവ് തന്നെ താഴേക്ക് അടയാളപ്പെടുത്താണ്. ഇനി ഞാനത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. നമ്മളിപ്പോൾ 5.25 അവിടെയും 7.25 അവിടെയും വരയ്ക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 7.25 അവിടെ വെച്ച് വേണം കട്ട് ചെയ്യാൻ. നമുക്ക് തയ്യൽ തുമ്പ് കൂടാണ്ട് നമ്മൾ 1 ഇഞ്ചോളം അല്ലെങ്കിൽ 1.5 ഇഞ്ചോളം എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെപ്പോഴും ശ്രദ്ധ വേണം. ഇനി നമുക്കുള്ളത് ആം ഹോളിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെ കയറി വരയ്ക്കാനാണ്. ആം ഹോള് നമുക്ക് 3 to 6 നമുക്ക് 4 ഇഞ്ച് കിട്ടിയേക്കണേ. അതിൻ്റെ പകുതി 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് വേണം ചെറിയൊരു കയറി വരയ്ക്കാൻ. അതുപോലെ നെക്കും നമുക്ക് 3.5 കിട്ടിയേക്കുന്നത്. അതിൻ്റെ പകുതിയിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് ചെറിയൊരു കർവ് എന്ന രീതിയിൽ വരയ്ക്കാനായിട്ട്. നമുക്ക് കട്ട് ചെയ്യാം.
പെറ്റിക്കോട്ടിൻ്റെ ടോപ്പ് പോർഷൻ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അതിൻ്റെ സ്കേർട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഇനി ചെയ്യുന്നത് സ്കേർട്ട് വിഡ്ത്താണ്. 7 to 9 നമുക്ക് 11.5 കിട്ടിയിട്ടുണ്ട്. അത് 4 ഒരു ഭാഗം അതിൻ്റെ ഒരു സൈഡിലേക്ക് അങ്ങനെ മൊത്തം ഫ്രണ്ടിൻ്റെ ഒരു പോർഷനിലേക്ക് മാത്രം 11.5 എന്ന രീതിയിൽ 23 ഇഞ്ചോളം നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 46 ഇഞ്ചാണ്. മൊത്തം ഫ്രണ്ടും ബാക്കും കൂടി നമുക്ക് മൊത്തം തുണി നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് 11.5 11.5 23 ഇഞ്ച്. ഞാൻ 23 ഇഞ്ചിൻ്റെ അവിടെ അടയാളപ്പെടുത്തുകയാണ്. എന്നിട്ട് കൂടുതലുള്ള ഭാഗം ഞാനത് കട്ട് ചെയ്ത് മാറ്റാണ്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് 16.5 അതും നമുക്ക് അടയാളപ്പെടുത്തി എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. അതുപോലെ എൻ്റെ ഫുൾ ഡീറ്റെയിലുകൾ ഞാൻ ബ്ലോഗിൽ ഇട്ടിരിക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു. നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം.